സിത്താരയും ദാസേട്ടന്റെ മോൻ വിജയേശുദാസിനെയും കൊണ്ട് കുട്ടിക്കാലത്ത് പാടിപ്പിച്ചിരുന്നോ? പാടിപ്പിച്ചു. ആ കഥ എന്താണ്? അത് ഉമ്മയെ ചോദിച്ച് പൊന്നും മോള് കരയല്ലേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഉമ്മ മരണപ്പെട്ടു പോയിട്ട് ബാപ്പ മകളോട് പറയുന്നൊരു പാട്ടാണ്. അത് മദ്രാസിൽ നിന്ന് റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടീൻ്റെ പോർഷൻ ആര് പാടുമെന്ന് ചോദിച്ചു എന്നോടും കോഴിക്കോട് പോക്കറാണ് സംഗീതം ചെയ്തത്. അപ്പോൾ അത് തിരുവനന്തപുരത്താണ് ബാക്കിയുള്ള റെക്കോർഡിംഗ് ഒക്കെ നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് ആരെങ്കിലും പയ്യനെ വിളിച്ചോ ചെറിയ കുട്ടീനെ വിളിച്ചൊന്ന് പാടിക്കുക എന്ന് പറഞ്ഞു. വിജയ് ഇങ്ങനെ ഒരു ആഗ്രഹം പാടണമെന്നുള്ളൊരു മൂഡ് വിജയ് ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ വിജയിനെ വിളിച്ചൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ചോദിച്ചിട്ടോട് ഞങ്ങളോട് രണ്ടാളുപേരോട്. അപ്പോൾ ഇപ്പോൾ ക്ലാസ്സിൽ പോയതാണ്. വൈകുന്നേരം വന്നിട്ട് ദാസേട്ടൻ അന്നേരം ഒരു ബാക്കി നമ്മളോട് പറഞ്ഞത്, എൻ്റെ മകനായതുകൊണ്ട് ഒരു കോംപ്രമൈസ് ഒന്നും പാടില്ല എന്നാണ് പറഞ്ഞു. എൻ്റെ മകനായതുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ അത് ഓക്കെ ആക്കാൻ പാടുള്ളൂ. എൻ്റെ മകൻ യേശുദാസിന്റെ മോനാണ് പഠിപ്പിച്ചേ പറ്റൂ എന്നൊരിതില്ല. അതില്ല, അതുകൊണ്ട് ആ ഒരു കോംപ്രമൈസ് പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പയ്യൻ കളിക്കാൻ പോയി. ഞങ്ങൾ അവിടെ തന്നെ സ്റ്റുഡിയോ, വീടിൻ്റെ തൊട്ടടുത്തന്നെ സ്റ്റുഡിയോ. അവൻ ഷട്ടിൽ കളിക്കാൻ പോയി. ഷട്ടിൽ കളിക്കാൻ പോയത് വിളിച്ചിട്ടൊന്നും പയ്യൻ വരുന്നില്ല. ഷട്ടിൽ കളിച്ചു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പയ്യൻ വന്നപ്പോൾ പയ്യന് മലയാളം അറിഞ്ഞൂടാ. അടിപൊളി. മലയാളം സ്റ്റാൻഡേർഡിലല്ല പഠിപ്പിച്ചത്. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ ഉമ്മയെ ചോദിച്ചു പൊന്നും മോള് കരയില്ലേ എന്നുള്ള പാട്ട് ഇട്ട് കൊടുത്ത് അവിടുന്ന് ഞാൻ കാക്കിയും കൂടി ഇരുന്നിട്ട് വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി രാത്രി അതിൻ്റെ ഇടയ്ക്ക് ഉറക്കമൊക്കെ തൂന്നുന്നുണ്ട് പയ്യന്. രാത്രി ഒരു 10 മണി ആകുമ്പോഴേക്ക് അത്യാവശ്യം പാടിച്ചെടുത്തപ്പോൾ ഞങ്ങൾക്ക് തോന്നി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പാടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഓക്കെ ആക്കുന്ന ദാസേട്ടൻ വരണ്ടേ.